കർമ്മം ഓരോ നിമിഷവും നമ്മെ പിന്തുടരുന്നു. നമ്മൾ കണ്ണുകൾ അടച്ചാലും പക്ഷേ കർമ്മം നമ്മെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ സംസാരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ചിന്തകളും കർമ്മമായി മാറാറുണ്ട്. ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇത് വളരെ വ്യക്തമാണ്. ഈ വലിയ പ്രപഞ്ചശക്തിയിൽ നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെയും പ്രതിധ്വനി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, ആരോ നമ്മെ വേദനിപ്പിച്ചു എന്ന്, ആരോ നമ്മെ ചതിച്ചു എന്ന്, ആരോ നമ്മോട് അനീതി കാണിച്ചു എന്ന്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ശാന്തമായിരുന്ന് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ നമ്മുടെ തന്നെ ഏതെങ്കിലും പഴയ കർമ്മത്തിൻ്റെ നിഴലായിരിക്കാം ഇന്ന് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും പെട്ടെന്നുണ്ടാകുന്നതല്ല. അത് നമ്മുടെ തന്നെ ഏതോ ഒരു അദൃശ്യമായ തീരുമാനത്തിൻ്റെ ഫലമാണ്. മനുഷ്യൻ ഈ ആഴമേറിയ സത്യം മനസ്സിലാക്കുമ്പോൾ കർമ്മമില്ലാതെ ജീവിതത്തിൻ്റെ ഒരു താളും മറിയുന്നില്ല എന്ന് അപ്പോൾ അവൻ ജീവിക്കാൻ പഠിക്കുന്നു. ഉണർവോടെ, സ്നേഹത്തോടെ, വെളിച്ചത്തോടെ. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മൾ വളരെ നല്ലതാണ് ചെയ്യുന്നത് എന്ന്. പക്ഷേ പകരമായി നമുക്ക് ലഭിക്കുന്നത് തിന്മയാണ്. അത്തരം നിമിഷങ്ങളിൽ മനസ്സ് തകർന്നു പോകുന്നു, ആത്മാവ് നിശബ്ദമാകുന്നു. എന്നാൽ ജീവിതം ആദ്യം നമ്മെ പരീക്ഷിക്കുമെന്നും അതിനുശേഷമേ ഫലം തരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നല്ല കർമ്മങ്ങൾ വിത്തുകൾ പോലെയാണ്. വിത്ത് മണ്ണിൽ പാകിയ ശേഷവും സമയമെടുക്കും. ക്ഷമ വേണം, മഴ വേണം, സൂര്യപ്രകാശം വേണം. ഫലം എപ്പോഴും കാത്തിരിപ്പിന് ശേഷമേ വരൂ. നല്ല കർമ്മങ്ങളുടെ ഫലം വൈകിയേ ലഭിക്കൂ. പക്ഷേ അത് ലഭിക്കുമ്പോൾ ജീവിതം എന്നേക്കുമായി മാറിമറിയും. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എപ്പോൾ ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. ലഭിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം മാത്രം ഉള്ളിൽ സൂക്ഷിക്കുക. കൃത്യമായ സമയത്ത് തന്നെ. പലരും തങ്ങളുടെ പ്രശ്നങ്ങളിൽ അത്രയധികം കുടുങ്ങിപ്പോവാറുണ്ട്. കർമ്മത്തിൻ്റെ സത്യം അവർ മറന്നുപോകുന്നു. അവർ പിടയുന്നു, പരാതിപ്പെടുന്നു, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ കർമ്മം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നീ എന്തു ചെയ്തുവോ അത് നിന്നെ തേടി തിരികെ വരും എന്നത് ബോധ്യപ്പെടുത്തുന്നു. കർമ്മം പ്രതികാരം ചെയ്യുന്നില്ല. നീ എന്താണ് പഠിച്ചത് എന്നത് തീരുമാനിക്കുന്നു. ദുഃഖവും ചിലപ്പോൾ ഒരു പാഠമാണെന്ന് നാം മനസ്സിലാക്കുന്ന ദിവസം നമ്മുടെ ദുഃഖത്തിൽ നിന്നും പ്രകാശം കണ്ടെത്താൻ നാം പഠിക്കും. കാരണം ഓരോ ഇരുട്ടും നമ്മെ ഏതെങ്കിലും ഒരു വെളിച്ചത്തിലേക്ക് തള്ളുന്നു. നമ്മുടെ ഓരോ ഉദ്ദേശ്യവും കർമ്മമാണ്. ചിന്തയും കർമ്മമാണ്. സംസാരിക്കാതെ ചെയ്യുന്നതും കർമ്മമാണ്. ഒരു പുഞ്ചിരിയും കർമ്മമാണ്, ഒരവഗണനയും. ഒരാളോട് ക്ഷമിക്കുന്നത് മഹത്തായ കർമ്മമാണ്. ഒരാളെ അപമാനിക്കുന്നത് കടുത്ത പാപമാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം എന്തു ചെയ്യുന്നു എന്നു മാത്രമല്ല നോക്കേണ്ടത്, ഏത് ഭാവത്തോടെയാണ് ചെയ്യുന്നതെന്നും ശ്രദ്ധിക്കണം. ഭാവമാണ് കർമ്മത്തെ പരിശുദ്ധമാക്കുന്നത്. ആ ഭാവമാണ് ഫലം തീരുമാനിക്കുന്നത്. ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ, സ്നേഹനിർഭരമാണെങ്കിൽ, നിർമ്മലമാണെങ്കിൽ ഫലവും അതുപോലെയായിരിക്കും. ഉദ്ദേശം സ്വാർത്ഥത നിറഞ്ഞതാണെങ്കിൽ, അസൂയ നിറഞ്ഞതാണെങ്കിൽ, ദേഷ്യം നിറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ഫലം ദുഃഖമായിരിക്കും. ചിലപ്പോൾ തോന്നാറുണ്ട്, ചിലർ തുടർച്ചയായി തിന്മ ചെയ്യുന്നു, എന്നിട്ടും അവർ വളരുന്നു. മറ്റു ചിലർ നല്ലവരാണ്, എന്നിട്ടും അവർ കരയുന്നു. ഇത് കാണുമ്പോൾ മനസ്സിൽ ചോദ്യമുയരുന്നു, കർമ്മത്തിൻ്റെ നീതി തെറ്റാണോ എന്ന്. അല്ല, കർമ്മം ചിലപ്പോൾ വൈകിയേക്കാം, പക്ഷേ ആരുടെയും കാര്യത്തിൽ അത് തെറ്റില്ല. തിന്മ ചെയ്യുന്നവർ അതിൻ്റെ ഫലത്തിൽ നിന്ന് രക്ഷപ്പെടില്ല, ഇന്നോ അല്ലെങ്കിൽ നാളെ. നല്ലത് ചെയ്യുന്നവർക്ക് അവരുടെ ഭാവി ശോഭനമായി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധൃതി കാണിക്കരുത്. സ്വന്തം നിയോഗം, സ്വന്തം കർമ്മങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കുക. നാം മറ്റുള്ളവരെ പഠിപ്പിക്കുമെന്ന്, അവരെ മാറ്റുമെന്ന് കരുതുന്നു. എന്നാൽ കർമ്മം പറയുന്നു, നിന്നെത്തന്നെ മാറ്റൂ. നീ മാറിയാൽ ലോകം തനിയെ മാറും. നിന്റെ ഒരു നന്മ 100 നന്മകളെ ഉണർത്തുന്നു. നിന്റെ ഒരു പുഞ്ചിരി തകർന്ന ഒരാളുടെ ഹൃദയത്തെ കൂട്ടിയിണയ്ക്കുന്നു. എന്നാൽ നിന്റെ ഒരു തെറ്റായ ചുവടുവെപ്പ് പല ജീവനുകളെയും വേദനിപ്പിക്കാം. മനുഷ്യൻ തന്റെ കർമ്മങ്ങളുടെ ഫലം മനസ്സിലാക്കുമ്പോൾ അവൻ ആരോടും പരാതി പറയുന്നില്ല. കാരണം ജീവിതത്തിൽ
എന്തു ലഭിച്ചു എന്നത് തന്റെ തന്നെ തീരുമാനങ്ങളുടെ ഫലമാണെന്ന് അവന് വ്യക്തമാകുന്നു. ഇതാണ് പക്വത, ഇതാണ് ജാഗ്രത. ഈ ജ്ഞാനമുള്ളിലിറങ്ങുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. പിന്നീട് ഏതു പ്രതിസന്ധിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല. കാരണം ഇതൊരു യാത്രയാണെന്നും ഇതൊരധ്യായമാണെന്നും എനിക്ക് കൂടുതൽ ആഴം നൽകുന്ന ഒരു പാഠമാണെന്നും നമുക്കറിയാം. എത്രമാത്രം വേദന ഉള്ളിൽ നിറയുന്നുവോ അത്രമാത്രം അറിവ് ആത്മാവിൽ വിരിയുന്നു. നിനക്കു ലഭിച്ച വേദന ഒരു ശിക്ഷയല്ല, അത് നിന്റെ ഉയർച്ചയ്ക്കുള്ള വഴിയാണ്. ആ വഴി കർമ്മങ്ങളുടെ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പലപ്പോഴും നമ്മൾ നല്ലവരായിട്ടും തട്ടിവീഴാറുണ്ട്. ആളുകൾ നമ്മെ തെറ്റിദ്ധരിക്കുന്നു, നമ്മുടെ നന്മയെ ബലഹീനതയായി കാണുന്നു. എന്നാൽ ഓർക്കുക, നിന്റെ നന്മ ഒരിക്കലും വെറുതെയാകുന്നില്ല. നിന്റെ സത്യം ആർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതവരുടെ കാഴ്ചയുടെ കുഴപ്പമാണ്, നിന്റെ വിലയല്ല. നല്ല കർമ്മങ്ങൾ ഒരിക്കലും തുച്ഛമല്ല. അവ കാലക്രമേണ ഒരു വലിയ വൃക്ഷമായി വളരുന്നു. അതിന്റെ തണലിൽ ഒരു നാൾ നിന്റെ വിധി വിശ്രമിക്കും. അതുകൊണ്ട് നന്മയെ പണയം വയ്ക്കരുത്. മറ്റുള്ളവരുടെ തിന്മ കണ്ട് സ്വന്തം കർമ്മങ്ങളെ മലിനമാക്കരുത്. വെള്ളത്തിൽ എത്ര മാലിന്യം വീണാലും മേഘം പെയ്യുമ്പോൾ അത് ശുദ്ധമായാണ് പെയ്യുന്നത്. നിന്റെ ആത്മാവും ഒരു മേഘമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കൊണ്ട് അതിനെ മലിനമാക്കാൻ അനുവദിക്കരുത്. ചിലപ്പോൾ ജീവിതം നിന്നെ വേദനിപ്പിക്കുന്ന, ചതിക്കുന്ന, കരയിക്കുന്ന ആളുകളുമായി കണ്ടുമുട്ടിക്കുന്നു. പക്ഷേ അവർ ശത്രുക്കളല്ല, അവർ നിന്റെ ഗുരുക്കന്മാരാണ്. സ്വയം ബഹുമാനിക്കേണ്ടതെത്ര അത്യാവശ്യമാണെന്ന് അവർ നിന്നെ പഠിപ്പിക്കുന്നു. സ്വന്തം ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുന്നത് എത്ര പവിത്രമാണെന്ന് അവർ കാണിച്ചു തരുന്നു. നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തി നിന്റെ കർമ്മത്തിന്റെ ഭാഗമാണ്, നിന്റെ പരിവർത്തനത്തിന്റെ ഭാഗമാണ്. വേദനയ്ക്കിടയിലും നീ പുഞ്ചിരിക്കുമ്പോൾ, ചതിയിലും നീ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ, വീണിട്ടും നീ എഴുന്നേൽക്കാൻ പഠിക്കുമ്പോൾ കർമ്മം നിന്നെ പുരസ്കരിക്കുന്നു. കർമ്മം പറയുന്നു, നീ പഠിച്ചു, ഇനി മുന്നോട്ടു പോകൂ. ആരെങ്കിലും നിന്നോട് മോശമായി പെരുമാറുന്നുവെങ്കിൽ നീ നന്നായി പെരുമാറുക. കാരണം നീ നിന്റെ ഫലത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്, അവർക്കു വേണ്ടിയല്ല. അവർ ചെയ്യുന്നത് അവർക്കു ലഭിക്കും, നീ ചെയ്യുന്നത് നിനക്കു ലഭിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കർമ്മം കണ്ട് നിന്റെ വഴി മാറ്റരുത്. ആരെങ്കിലും തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ നീ തെറ്റായ വഴിയിൽ തിരിയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ജീവിതം നിന്നെ വേദനിപ്പിക്കുന്ന, ചതിക്കുന്ന, കരയിക്കുന്ന ആളുകളുമായി കണ്ടുമുട്ടിക്കുന്നു. പക്ഷെ അവർ ശത്രുക്കളല്ല, അവർ നിന്റെ ഗുരുക്കന്മാരാണ്. സ്വയം ബഹുമാനിക്കേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന് അവർ നിന്നെ പഠിപ്പിക്കുന്നു. സ്വന്തം ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുന്നത് എത്ര പവിത്രമാണെന്ന് അവർ കാണിച്ചു തരുന്നു. നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തി നിന്റെ കർമ്മത്തിന്റെ ഭാഗമാണ്, നിന്റെ പരിവർത്തനത്തിന്റെ ഭാഗം. വേദനയ്ക്കിടയിലും നീ പുഞ്ചിരിക്കുമ്പോൾ, ചതിയിലും നീ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ, വീണിട്ടും നീ എഴുന്നേൽക്കാൻ പഠിക്കുമ്പോൾ കർമ്മം നിന്നെ പുരസ്കരിക്കുന്നു. കർമ്മം പറയുന്നു, നീ പഠിച്ചു, ഇനി മുന്നോട്ടു പോകൂ. ആരെങ്കിലും നിന്നോട് മോശമായി പെരുമാറുന്നുവെങ്കിൽ നീ നന്നായി പെരുമാറുക. കാരണം നീ നിന്റെ ഫലത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയല്ല. അവർ ചെയ്യുന്നത് അവർക്ക് ലഭിക്കും, നീ ചെയ്യുന്നത് നിനക്ക് ലഭിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കർമ്മം കണ്ട് നിന്റെ വഴി മാറ്റരുത്. ആരെങ്കിലും തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ നീ തെറ്റായ വഴിയിൽ തിരിയേണ്ട ആവശ്യമില്ല. നിന്റെ ലക്ഷ്യം വേറെയാണ്. നിന്റെ തിരിച്ചറിയൽ നിന്റെ കർമ്മങ്ങൾ തീരുമാനിക്കും, അല്ലാതെ മറ്റുള്ളവരുടെ പെരുമാറ്റമല്ല. ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു പരീക്ഷയാണ്. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ സ്വഭാവത്തെ പരീക്ഷിക്കുന്നു, ചിലപ്പോൾ സമ്പത്ത് സ്വഭാവത്തെ. ദുഃഖത്തിൽ ക്ഷമയുടെ പരീക്ഷ നടക്കുന്നു, സുഖത്തിൽ വിനയത്തിൻ്റെയും. നിനക്ക് വിനയം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഖവും പതനത്തിന് കാരണമാകുന്നു. ദുഃഖത്തിൽ തകർന്നുപോയാൽ പാഠം അവസാനിക്കുന്നു.
അതുകൊണ്ട് ഓരോ സാഹചര്യത്തിലും സന്തുലിതാവസ്ഥ പാലിക്കുക. ഇതാണ് കർമ്മത്തിന്റെ പൂജ. കർമ്മം പറയുന്നു, നീ എന്തിന് യോഗ്യനാണോ അത് നിനക്ക് ലഭിക്കും. അതുകൊണ്ട് നിന്റെ കർമ്മങ്ങളെ അത്രയും മഹത്തരമാക്കൂ. ജീവിതം നിനക്ക് ഏറ്റവും മനോഹരമായ സമ്മാനം നൽകാൻ നിർബന്ധിതമാകട്ടെ. നിന്റെ നിയോഗത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ ഫലവും മനോഹരമായിരിക്കും. നിയോഗത്തിൽ ചതിയുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, സ്വാർത്ഥതയുണ്ടെങ്കിൽ ഫലവും മുള്ളുകൾ നിറഞ്ഞതായിരിക്കും. ചിലപ്പോൾ ജീവിതം നിന്നെ വേദനിപ്പിക്കുന്ന, ചതിക്കുന്ന, കരയിക്കുന്ന ആളുകളുമായി കണ്ടുമുട്ടിക്കുന്നു. പക്ഷേ അവർ ശത്രുക്കളല്ല, അവർ നിന്റെ ഗുരുക്കന്മാരാണ്. സ്വയം ബഹുമാനിക്കേണ്ടതെത്ര അത്യാവശ്യമാണെന്ന് അവർ നിന്നെ പഠിപ്പിക്കുന്നു. സ്വന്തം ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുന്നത് എത്ര പവിത്രമാണെന്ന് അവർ കാണിച്ചു തരുന്നു. നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തി നിന്റെ കർമ്മത്തിന്റെ ഭാഗമാണ്, നിന്റെ പരിവർത്തനത്തിന്റെ ഭാഗമാണ്. വേദനയ്ക്കിടയിലും നീ പുഞ്ചിരിക്കുമ്പോൾ, ചതിയിലും നീ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ, വീണിട്ടും നീ എഴുന്നേൽക്കാൻ പഠിക്കുമ്പോൾ കർമ്മം നിന്നെ പുരസ്കരിക്കുന്നു. കർമ്മം പറയുന്നു, നീ പഠിച്ചു, ഇനി മുന്നോട്ടു പോകൂ. ആരെങ്കിലും നിന്നോട് മോശമായി പെരുമാറുന്നുവെങ്കിൽ നീ നന്നായി പെരുമാറുക. കാരണം നീ നിന്റെ ഫലത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയല്ല. അവർ ചെയ്യുന്നത് അവർക്ക് ലഭിക്കും, നീ ചെയ്യുന്നത് നിനക്ക് ലഭിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കർമ്മം കണ്ട് നിന്റെ വഴി മാറ്റരുത്. ആരെങ്കിലും തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ നീ തെറ്റായ വഴിയിൽ തിരിയേണ്ട ആവശ്യമില്ല. നിന്റെ ലക്ഷ്യം വേറെയാണ്. നിന്റെ തിരിച്ചറിവ് നിന്റെ കർമ്മങ്ങൾ തീരുമാനിക്കും, അല്ലാതെ മറ്റുള്ളവരുടെ പെരുമാറ്റമല്ല. ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു പരീക്ഷയാണ്. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ സ്വഭാവത്തെ പരീക്ഷിക്കുന്നു, ചിലപ്പോൾ സമ്പത്ത് സ്വഭാവത്തെ. ദുഃഖത്തിൽ ക്ഷമയുടെ പരീക്ഷ നടക്കുന്നു, സുഖത്തിൽ വിനയത്തിൻ്റെയും. നിനക്ക് വിനയം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഖവും പതനത്തിന് കാരണമാകുന്നു. ദുഃഖത്തിൽ തകർന്നുപോയാൽ പാഠം അവസാനിക്കുന്നു. അതുകൊണ്ട് ഓരോ സാഹചര്യത്തിലും സന്തുലിതാവസ്ഥ പാലിക്കുക. ഇതാണ് കർമ്മത്തിന്റെ പൂജ. കർമ്മം പറയുന്നു, നീ എന്തിന് യോഗ്യനാണോ അത് നിനക്ക് ലഭിക്കും. അതുകൊണ്ട് നിന്റെ കർമ്മങ്ങളെ അത്രയും മഹത്തരമാക്കൂ. ജീവിതം നിനക്ക് ഏറ്റവും മനോഹരമായ സമ്മാനം നൽകാൻ നിർബന്ധിതമാകട്ടെ. നിന്റെ നിയോഗത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ ഫലവും മനോഹരമായിരിക്കും. നിയോഗത്തിൽ ചതിയുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, സ്വാർത്ഥതയുണ്ടെങ്കിൽ ഫലവും മുള്ളുകൾ നിറഞ്ഞതായിരിക്കും. ചിലപ്പോൾ ജീവിതം നിന്നെ വേദനിപ്പിക്കുന്ന, ചതിക്കുന്ന, കരയിക്കുന്ന ആളുകളുമായി കണ്ടുമുട്ടിക്കുന്നു. പക്ഷേ അവർ ശത്രുക്കളല്ല, അവർ നിന്റെ ഗുരുക്കന്മാരാണ്. സ്വയം ബഹുമാനിക്കേണ്ടതെത്ര അത്യാവശ്യമാണെന്ന് അവർ നിന്നെ പഠിപ്പിക്കുന്നു. സ്വന്തം ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുന്നത് എത്ര പവിത്രമാണെന്ന് അവർ കാണിച്ചു തരുന്നു. നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തി നിന്റെ കർമ്മത്തിന്റെ ഭാഗമാണ്, നിന്റെ പരിവർത്തനത്തിന്റെ ഭാഗമാണ്. വേദനയ്ക്കിടയിലും നീ പുഞ്ചിരിക്കുമ്പോൾ, ചതിയിലും നീ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ, വീണിട്ടും നീ എഴുന്നേൽക്കാൻ പഠിക്കുമ്പോൾ കർമ്മം നിന്നെ പുരസ്കരിക്കുന്നു. കർമ്മം പറയുന്നു, നീ പഠിച്ചു, ഇനി മുന്നോട്ടു പോകൂ. ആരെങ്കിലും നിന്നോട് മോശമായി പെരുമാറുന്നുവെങ്കിൽ നീ നന്നായി പെരുമാറുക. കാരണം നീ നിന്റെ ഫലത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയല്ല. അവർ ചെയ്യുന്നത് അവർക്ക് ലഭിക്കും, നീ ചെയ്യുന്നത് നിനക്ക് ലഭിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കർമ്മം കണ്ട് നിന്റെ വഴി മാറ്റരുത്. ആരെങ്കിലും തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ നീ തെറ്റായ വഴിയിൽ തിരിയേണ്ട ആവശ്യമില്ല. നിന്റെ ലക്ഷ്യം വേറെയാണ്. നിന്റെ തിരിച്ചറിവ് നിന്റെ കർമ്മങ്ങൾ തീരുമാനിക്കും, അല്ലാതെ മറ്റുള്ളവരുടെ പെരുമാറ്റമല്ല. ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു പരീക്ഷയാണ്. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ സ്വഭാവത്തെ പരീക്ഷിക്കുന്നു,
ചിലപ്പോൾ സമ്പത്ത് സ്വഭാവത്തെ. ദുഃഖത്തിൽ ക്ഷമയുടെ പരീക്ഷ നടക്കുന്നു, സുഖത്തിൽ വിനയത്തിൻ്റെയും. നിനക്ക് വിനയം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഖവും പതനത്തിന് കാരണമാകുന്നു. ദുഃഖത്തിൽ തകർന്നുപോയാൽ പാഠം അവസാനിക്കുന്നു. അതുകൊണ്ട് ഓരോ സാഹചര്യത്തിലും സന്തുലിതാവസ്ഥ പാലിക്കുക. ഇതാണ് കർമ്മത്തിൻ്റെ പൂജ. കർമ്മം പറയുന്നു, നീ എന്തിന് യോഗ്യനാണോ അത് നിനക്ക് ലഭിക്കും. അതുകൊണ്ട് നിന്റെ കർമ്മങ്ങളെ അത്രയും മഹത്തരമാക്കൂ. ജീവിതം നിനക്കേറ്റവും മനോഹരമായ സമ്മാനം നൽകാൻ നിർബന്ധിതമാകട്ടെ. നിന്റെ നിയോഗത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, കരുണയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ ഫലവും മനോഹരമായിരിക്കും. നിയോഗത്തിൽ ചതിയുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, സ്വാർത്ഥതയുണ്ടെങ്കിൽ ഫലവും മുള്ളുകൾ നിറഞ്ഞതായിരിക്കും. കർമ്മം എപ്പോഴും ശരിയായ സമയം തിരഞ്ഞെടുക്കുന്നു. എല്ലാം അവസാനിച്ചു എന്ന് നിനക്ക് തോന്നുമ്പോൾ അത് വാതിലിൽ വന്നു പറയുന്നു, ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന്. ആ നിമിഷം നീ മനസ്സിലാക്കുന്നു, നീ ചെയ്തത് നിന്നിൽ നിന്നൊരിക്കലും വേർപെട്ടിരുന്നില്ല എന്ന്. അത് നിന്റെ ഉള്ളിൽ ഊർജമായിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പ്രകടമാകാനുള്ള സമയമായിരിക്കുന്നു. വിതച്ചത് തന്നെ കൊയ്യും. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും നിഷ്പക്ഷമായ നിയമം. ജീവിതത്തിൽ പലരെയും കണ്ടുമുട്ടും. അവർ നിന്നെ ചതിക്കും, അപമാനിക്കും, നിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കും. നിന്റെ മനസ്സ് പ്രതികാരദാഹത്താൽ നിറയും. എന്നാൽ ക്ഷമിക്കുക. നീതി നിന്റെ കൈകളിലല്ല. നീ പകരം വീട്ടാൻ ശ്രമിച്ചാൽ നീ ആരെയാണോ വെറുക്കുന്നത് അവരെപ്പോലെ നീയും മാറും. യഥാർത്ഥ ശക്തിയെന്നത് മുന്നിലുള്ളത് ഇരുട്ടാണെങ്കിലും നിന്റെ കർമ്മങ്ങളെ പ്രകാശപൂരിതമായി നിലനിർത്തുന്നതിലാണ്. കാരണം കർമ്മത്തിന്റെ കോടതിയിൽ സാക്ഷിയായി നിർത്തുന്നത് ഏതെങ്കിലും മനുഷ്യനെയല്ല, മറിച്ച് നിന്റെ സ്വന്തം മനസ്സിനെയാണ്. നീ സ്നേഹിക്കുമ്പോൾ പ്രപഞ്ചം നിനക്കായി വഴികൾ തുറക്കുന്നു. എന്നാൽ നീ വിദ്വേഷം വെച്ചു പുലർത്തുമ്പോൾ അതേ പ്രപഞ്ചം നിനക്ക് ചുറ്റും മതിലുകൾ കെട്ടുന്നു. അതുകൊണ്ട് കർമ്മം മനസ്സിലാക്കി ബോധപൂർവം തിരഞ്ഞെടുക്കുക. നീ ഓരോ നിമിഷവും ഒരു പുതിയ വിധി എഴുതുകയാണ്. ഓരോ വാക്കും, ഓരോ ചിന്തയും, ഓരോ ചുവടുവെപ്പും ഭാവിയിൽ ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുന്നിൽ വരാനിരിക്കുന്ന ഒരു വിളവെടുപ്പാണ്. ഇന്ന് നിനക്കെതിരാണെങ്കിൽ പേടിക്കണ്ട. അത് കഴിഞ്ഞകാല കർമ്മങ്ങൾ കണക്ക് ചോദിക്കുന്നതാണ്. ആ കണക്ക് തീർന്നു കഴിഞ്ഞാൽ നീ സ്വപ്നം കണ്ടത് ഭാവി നിനക്ക് നൽകും. കഠിനമായ ദിവസങ്ങൾ ശിക്ഷയല്ല, മറിച്ച് പഴയ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അതുകൊണ്ട് നന്ദിയുള്ളവനായിരിക്കൂ. സംഭവിക്കുന്നത് നിന്റെ നന്മയ്ക്കു വേണ്ടിയാണ്. പഠിക്കൂ, മനസ്സിലാക്കൂ, മുന്നോട്ടു പോകൂ. ഇതാണ് ജീവിതത്തിന്റെ വഴി. ഓരോ പ്രഭാതത്തിലും നീ ഉറക്കമുണരുമ്പോൾ ജീവിതം നിനക്ക് ഒരു പുതിയ താള് നൽകുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇന്ന് നീ എന്താണ് എഴുതാൻ പോകുന്നത് എന്ന്. ആളുകൾ വിധിയെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ അവർ മറന്നുപോകുന്നു, വിധി പുറത്തുനിന്നല്ല വരുന്നത്. അത് നിന്റെ ഓരോ കർമ്മത്തിൽ നിന്നും ജനിക്കുന്നതാണ്. നീ മറ്റൊരാൾക്ക് പുഞ്ചിരിയായാൽ ആ പുഞ്ചിരി ഏതെങ്കിലും ഒരു വളവിൽ നിന്റെ വഴി പ്രകാശിപ്പിക്കും. നീ മറ്റൊരാൾക്ക് കണ്ണുനീർ നൽകിയാൽ അതേ കണ്ണുനീർ മറ്റൊരു ദിവസം നിന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകും. ഈ പ്രപഞ്ചം നിന്റെ കർമ്മങ്ങളുടെ പ്രതിധ്വനിയാൽ നിറഞ്ഞതാണ്. നീ എന്തുപേക്ഷിക്കുന്നുവോ അത് നിന്നെ തേടി തിരികെ വരുന്നു. നീ എന്ത് സമ്പാദിക്കുന്നുവോ അതല്ല, നീ എന്ത് നിർമ്മിക്കുന്നുവോ അതാണ് നിന്റെ ഭാവി. ആരും കാണുന്നില്ലെന്ന് കരുതി ഒന്നും ചെയ്യരുത്. കാരണം ഏറ്റവും വലിയ നിരീക്ഷകൻ നിന്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. നീ മറ്റുള്ളവരോടല്ല, നിന്നോട് തന്നെ കണ്ടുമുട്ടുമ്പോൾ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവനാണ്. ചിലപ്പോൾ ദൈവത്തിന് ഒരേയൊരു ഭാഷ മാത്രമേയുള്ളൂ, കർമ്മം. അനുഗ്രഹവും ശിക്ഷയും ദൈവം നൽകുന്നത് ഇതേ ഭാഷയിലാണ്. കർമ്മം വെറും കർമ്മമല്ല, അതൊരു ജീവതുടിപ്പാണ്. ഇത് ആ നദിയാണ്. അതിലോരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ തീരുമാനവും ഒഴുകുന്നു. നീ അത് മനസ്സിലാക്കുമ്പോൾ ഒരു സാഹചര്യത്തിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ ജ്ഞാനം നിന്നെ ഉള്ളിൽ നിന്ന് കരുത്തനാക്കുന്നു. ചിലപ്പോൾ നാം ചിന്തിക്കുന്നു, നമുക്ക് സമയമേറെയുണ്ടെന്ന്. നാളെ നോക്കാം, പിന്നീട് തിരുത്താം, ഇന്നത്തെ തെറ്റ് നാളെ ശരിയാക്കാമെന്ന്. എന്നാൽ കർമ്മം സമയം കാത്തുനിൽക്കുന്നില്ല. ഓരോ നിമിഷവും കടന്നുപോകുമ്പോൾ അതോടൊപ്പം
നിന്റെ വിധിയുടെ ഒരു ഭാഗവും മാറുന്നു. അതുകൊണ്ട് ജാഗ്രത പാലിക്കൂ. ഓരോ ചിന്തയും, ഓരോ വാക്കും, ഓരോ ചുവടുവെപ്പും പ്രധാനമാണ്. ഈ ചെറിയ ചുവടുവെപ്പൊരിക്കലും ചെറുതല്ല. ഇതൊരു വിത്താണ്. ഈ വിത്ത് ഭാവിയിൽ വൃക്ഷമായി തിരിച്ചുവരും. നീ നിന്റെ കർമ്മങ്ങളിൽ സ്നേഹവും കരുണയും കപടമില്ലാത്ത ഭാവവും ചേർക്കുമ്പോൾ നിന്റെ ഊർജം പ്രപഞ്ചത്തിലെത്തുന്നു. ഈ ഊർജം നിനക്കായി വഴികൾ തുറക്കുന്നു, അവസരങ്ങൾ ഉണ്ടാക്കുന്നു, നിന്റെ ജീവിതത്തിന് തിളക്കം നൽകുന്നു. എന്നാൽ നിന്റെ കർമ്മങ്ങൾ സ്വാർത്ഥതയും ദേഷ്യവും അഹങ്കാരവും നിറഞ്ഞതാണെങ്കിൽ ഇതേ ഊർജം നിന്റെ വഴിയിൽ മതിലായി മാറുന്നു. ഇത് വളരെ ലളിതമാണ്. എന്തു വിതയ്ക്കുന്നുവോ അതു കൊയ്യും. നല്ല ആളുകൾക്കെന്തുകൊണ്ട് വേദന ലഭിക്കുന്നു, മോശമാളുകൾ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് നാം പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. ഇത് കേവലം ഉപരിബദ്ധവ കാഴ്ചപ്പാടാണ്. കർമ്മത്തിന്റെ നീതി എപ്പോഴും ശരിയായ സമയത്താണ് നടക്കുന്നത്. ഒരാളുടെ സുഖവും ദുഃഖവും ഈ ജീവിതത്തിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫലമാണ്. കാത്തിരിക്കാൻ കഴിയുന്നവന്, ക്ഷമിക്കാൻ കഴിയുന്നവന് ജീവിതത്തിൽ എല്ലാം ക്രമത്തിലാണെന്ന് സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധിമുട്ടുകൾ നമ്മെ തകർക്കാനല്ല, മറിച്ചു നമ്മെ കരുത്തരാക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നവന് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കരുത്. സ്വയം മാറാൻ കർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. സ്വയം മാറൂ, സ്വന്തം ചിന്തകളെ മാറ്റൂ, സ്വന്തം പ്രവൃത്തികളെ മാറ്റൂ. ഈ വിത്ത് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വൃക്ഷമായി വളരുന്നു. അതിന്റെ തണലിൽ ഒരുനാൾ നിന്റെ വിധി വിശ്രമിക്കും. അതുകൊണ്ട് നന്മയെ പണയം വെക്കരുത്. മറ്റുള്ളവരുടെ തിന്മ കണ്ട് സ്വന്തം കർമ്മങ്ങളെ മലിനമാക്കരുത്. വെള്ളത്തിലെത്ര മാലിന്യം വീണാലും മേഘം പെയ്യുമ്പോൾ അത് ശുദ്ധമായാണ് പെയ്യുന്നത്. നിന്റെ ആത്മാവും ഒരു മേഘമാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കൊണ്ട് അതിനെ മലിനമാക്കാൻ അനുവദിക്കരുത്. ചിലപ്പോൾ ജീവിതം നിന്നെ വേദനിപ്പിക്കുന്ന, ചതിക്കുന്ന, കരയിക്കുന്ന ആളുകളുമായി കണ്ടുമുട്ടിക്കുന്നു. പക്ഷേ അവർ ശത്രുക്കളല്ല, അവർ നിന്റെ ഗുരുക്കന്മാരാണ്. സ്വയം ബഹുമാനിക്കേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന് അവർ നിന്നെ പഠിപ്പിക്കുന്നു. സ്വന്തം ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുന്നത് എത്ര പവിത്രമാണെന്ന് അവർ കാണിച്ചു തരുന്നു. നിന്നെ വേദനിപ്പിക്കുന്ന വ്യക്തി നിന്റെ കർമ്മത്തിന്റെ ഭാഗമാണ്, നിന്റെ പരിവർത്തനത്തിന്റെ ഭാഗമാണ്. വേദനയ്ക്കിടയിലും നീ പുഞ്ചിരിക്കുമ്പോൾ, ചതിയിലും നീ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ, വീണിട്ടും നീ എഴുന്നേൽക്കാൻ പഠിക്കുമ്പോൾ കർമ്മം നിന്നെ പുരസ്കരിക്കുന്നു. കർമ്മം പറയുന്നു, നീ പഠിച്ചു, ഇനി മുന്നോട്ടു പോകൂ. ആരെങ്കിലും നിന്നോട് മോശമായി പെരുമാറുന്നുവെങ്കിൽ നീ നന്നായി പെരുമാറുക. കാരണം നീ നിന്റെ ഫലത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്, അവർക്കു വേണ്ടിയല്ല. അവർ ചെയ്യുന്നത് അവർക്കു ലഭിക്കും, നീ ചെയ്യുന്നത് നിനക്കു ലഭിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കർമ്മം കണ്ട് നിന്റെ വഴി മാറ്റരുത്. ആരെങ്കിലും തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ നീ തെറ്റായ വഴിയിൽ തിരിയേണ്ട ആവശ്യമില്ല. നിന്റെ ലക്ഷ്യം വേറെയാണ്. നിന്റെ തിരിച്ചറിയൽ നിന്റെ കർമ്മങ്ങൾ തീരുമാനിക്കും, അല്ലാതെ മറ്റുള്ളവരുടെ പെരുമാറ്റമല്ല. ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു പരീക്ഷയാണ്. ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ സ്വഭാവത്തെ പരീക്ഷിക്കുന്നു, ചിലപ്പോൾ സമ്പത്ത് സ്വഭാവത്തെ. ദുഃഖത്തിൽ ക്ഷമയുടെ പരീക്ഷ നടക്കുന്നു, സുഖത്തിൽ വിനയത്തിന്റെയും. നിനക്ക് വിനയം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഖവും. സ്വന്തം ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്തുന്നവനാണ് യഥാർത്ഥത്തിൽ മുക്തൻ. ജീവിതത്തിലെ യഥാർത്ഥ ശക്തി ഉള്ളിൽ നിന്നു വരുന്നതാണ്. ആ ശക്തി നല്ല കർമ്മങ്ങളിലൂടെ മാത്രമേ വികസിക്കുകയുള്ളൂ. ചിലപ്പോൾ മറ്റൊരാൾക്ക് സ്നേഹം കാണിക്കാനും ദയ കാണിക്കാനും സഹായിക്കാനും നിനക്ക് അവസരങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ ഭയമോ അഹങ്കാരമോ മടിയോ നിന്നെ തടയുന്നു. ഓർക്കുക, നിന്റെ കർമ്മങ്ങൾ നിന്റെ ഭാവിയെ തീരുമാനിക്കുന്ന നിമിഷമാണിത്. ആ നിമിഷങ്ങളിൽ നീ ശരിയായ ചുവടുവെപ്പുകളെടുത്താൽ നിന്റെ ഭാവി സ്വർണമയമാകും. നീ പിന്മാറുകയാണെങ്കിൽ നിന്റെ ആത്മാവ് ആ അവസരം ഓർമ്മിക്കുകയും അടുത്ത തവണ
അതേ അവസരം വീണ്ടും വരികയും ചെയ്യുന്നു. ജീവിതത്തിലെ ഒരനുഭവവും വെറുതെയാകുന്നില്ലെന്ന് കർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. ലഭിക്കുന്ന ദുഃഖം നിന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു. ലഭിക്കുന്ന സന്തോഷം നിന്നെ സംതൃപ്തനാക്കുന്നു. ലഭിക്കുന്ന പരാജയം നിനക്ക് വീണ്ടും ശ്രമിക്കാനുള്ള ശക്തി നൽകുന്നു. വിജയം നിന്നെ വിനയമുള്ളവനാക്കുന്നു. ഓരോ അനുഭവവും, നല്ലതായാലും മോശമായാലും, നിന്റെ കർമ്മങ്ങളുടെ പ്രതിഫലനമാണ്. നീ നിന്റെ കർമ്മങ്ങളിൽ സ്നേഹവും കരുണയും സത്യവും ഉൾപ്പെടുത്തുമ്പോൾ നിന്റെ ജീവിതം സ്വാഭാവികമായും സന്തുലിതമാകുന്നു. നിന്റെ ചുറ്റുമുള്ള ലോകവും മാറാൻ തുടങ്ങുന്നു. നിന്റെ വാക്കുകളിൽ മധുരം വരുന്നു. ചിന്തകളിൽ വ്യക്തത വരുന്നു. ചുവടുകളിൽ സ്ഥിരത വരുന്നു. ഇതാണ് കർമ്മബോധമെന്നു പറയുന്നത്. അവസാനമായി ഓർക്കുക, നീ ചെയ്യുന്ന കർമ്മങ്ങൾ നിനക്കുവേണ്ടി മാത്രമുള്ളതാണ്. മറ്റുള്ളവരുടെ കർമ്മങ്ങൾ നിന്റെ നിയന്ത്രണത്തിലല്ല. നിന്റെ കർമ്മങ്ങളെ പരിശുദ്ധമാക്കുക എന്നതാണ് നിന്റെ കടമ. നിന്റെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും പ്രവർത്തികൾക്കും നീ മാത്രമാണ് ഉത്തരവാദി. ഇത് നീ മനസ്സിലാക്കുമ്പോൾ നിന്റെ മനസ്സ് നീ മാറുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള ലോകവും മാറാൻ തുടങ്ങുന്നു. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. നീ സ്നേഹത്തോടും ദയയോടും കൂടി കർമ്മം ചെയ്യുമ്പോൾ നിന്റെ ഭാഗ്യം തനിയെ മാറിക്കൊള്ളും. ഇതൊരു മാജിക്കല്ല, പ്രകൃതിയുടെ നിയമമാണ്. ചിലപ്പോൾ ജീവിതത്തിലെല്ലാം തെറ്റാണെന്ന് നിനക്ക് തോന്നാം. ആളുകൾ നിനക്കെതിരാണെന്ന് തോന്നാം. സാഹചര്യങ്ങൾ കഠിനമാണെന്ന് തോന്നാം. വഴികൾ അടഞ്ഞതാണെന്ന് തോന്നാം. എന്നാൽ ഓർക്കുക, ഈ സമയം നിന്റെ കർമ്മത്തിന്റെ പരീക്ഷയാണ്. നിന്റെ ഉള്ളിലെ ശക്തിയെ നീ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള സമയമാണിത്. ബുദ്ധിമുട്ടുകൾക്കിടയിലും ക്ഷമ കൈവിടാത്തവർ, ദുഃഖത്തിലും സ്നേഹം പകരുന്നവർ, അവർ ജീവിതത്തിൽ യഥാർത്ഥ വിജയികളായി മാറുന്നു. ഓർക്കുക, കർമ്മത്തിന്റെ ഫലം ഉടനെ ലഭിക്കില്ല. അതിന് സമയമെടുക്കും. തയ്യാറെടുപ്പുകൾ വേണം. പലപ്പോഴും അത് വർഷങ്ങൾക്കു ശേഷമായിരിക്കും വരുന്നത്. അത് ലഭിക്കുമ്പോൾ അതിന്റെ മനോഹാരിതയും ആഴവും കണ്ട് മനുഷ്യൻ അമ്പരന്നു പോകും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ക്ഷമയും വിശ്വാസവും ജാഗ്രതയും അത്ര പ്രധാനമായിരിക്കുന്നത്. അത് സ്വീകരിക്കുന്നവന് മുന്നിൽ ഒരു തടസ്സവും വലുതല്ല. കർമ്മം വെറും പ്രവൃത്തിയല്ല, അത് നിയോഗത്തിന്റെയും ഭാവത്തിന്റെയും ബോധത്തിന്റെയും മിശ്രിതമാണ്. ഒരു ചെറിയ ദയ, ഒരു ചെറിയ പുഞ്ചിരി, ഒരു ശാന്തമായ ചിന്ത, ഇവയെല്ലാം ചെറിയ വിത്തുകളാണ്. അവ തുടർച്ചയായി വിതച്ചുകൊണ്ടേയിരിക്കൂ. ഈ വിത്തുകൾ നിന്റെ ജീവിതത്തിൽ വലിയ വൃക്ഷങ്ങളായി വിരിയും. ആ വൃക്ഷം പൂക്കുമ്പോൾ അതിന്റെ ഫലങ്ങളുടെ മാധുര്യം നിനക്ക് ജീവിതകാലം മുഴുവൻ ഓർമ്മയുണ്ടാകും. നീ ഒറ്റയ്ക്കാണ്. നിന്റെ പരിശ്രമങ്ങൾ വെറുതെയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പ്രപഞ്ചം നിന്റെ കൂടെയുണ്ട്. അത് ഓരോ ചെറിയ കർമ്മത്തെയും കാണുന്നുണ്ട്. അത് ഓരോ വിത്തിനെയും സംരക്ഷിക്കുന്നുണ്ട്. നിന്റെ നിയോഗം, നിന്റെ മനസ്സ്, നിന്റെ ആത്മാവ്, ഇതെല്ലാം അതിന്റെ നിരീക്ഷണത്തിലാണ്. നീ നിന്റെ കർമ്മങ്ങളിലൂടെ പുറത്തുവിടുന്ന ഊർജം തന്നെയാണ് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നത്. അതുകൊണ്ട് ഓരോ കർമ്മത്തെയും, ഓരോ ചിന്തയെയും, ഓരോ വികാരത്തെയും ബോധപൂർവം തെരഞ്ഞെടുക്കുക. സ്വന്തം കർമ്മങ്ങളെ മനസ്സിലാക്കുന്നവൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. ജീവിതത്തിൽ കൊടുങ്കാറ്റു വന്നാലും ഇരുട്ട് കനത്താലും അവൻ തന്റെ ഉള്ളിലെ വെളിച്ചം കൊണ്ട് എല്ലാം കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെ കടന്നുപോകുമെന്ന് അവനറിയാം. കാരണം കർമ്മത്തിന്റെ നിയമം ശാശ്വതമാണ്. എന്നാൽ ഫലം ലഭിക്കുന്ന സമയം ഒരിക്കലും നേരത്തെയാകുന്നില്ല. അതെപ്പോഴും ശരിയായ സമയത്താണ് വരുന്നത്. കർമ്മത്തിന്റെ ആഴം മനസ്സിലാക്കുക എളുപ്പമല്ല. കാരണം അത് പ്രവൃത്തികളുടെ ശേഖരം മാത്രമല്ല, നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും നിയോഗത്തിന്റെയും ഫലം കൂടിയാണ്. നീ ചിന്തിക്കുന്നത് നീ വിതയ്ക്കുന്നു. നീ സംസാരിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ അടിത്തറയാകുന്നു. നീ ചെയ്യുന്നത് നിന്റെ ഭാവിയുടെ വഴിയാകുന്നു. അതുകൊണ്ട് ഓരോ നിമിഷവും, ഓരോ തീരുമാനവും, ഓരോ നിമിഷവും പ്രധാനമാണ്.
ചിലപ്പോൾ ജീവിതം സന്തുലിതമല്ലെന്ന് തോന്നാം. നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് ദുഃഖം ലഭിക്കുന്നു? തിന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് സന്തോഷം കാണുന്നു? ഇത് കേവലം ഉപരിതലമായ കാഴ്ചപ്പാടാണ്. കർമ്മത്തിന്റെ നീതി എപ്പോഴും നിഷ്പക്ഷമാണ്. അതുടനെ വരുന്നില്ല, അത് പതുക്കെ വരുന്നു. അത് വരുമ്പോൾ അതിന്റെ ആഴവും ശക്തിയും കണ്ട് മനുഷ്യൻ അമ്പരന്നു പോകും. ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടും ഓരോ വെല്ലുവിളിയും നിന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനുള്ള അവസരമാണ്. നീ ക്ഷമയോടെ നിൽക്കുകയാണെങ്കിൽ, നീ സ്നേഹത്തോടും കരുണയോടും കൂടി മുന്നോട്ടു പോകുകയാണെങ്കിൽ, ജീവിതത്തിലെ ഓരോ പരീക്ഷയും നിന്നെ കൂടുതൽ കരുത്തനാക്കുന്നു. അതുകൊണ്ടാണ് പ്രതിസന്ധികളും ദുഃഖവും പരാജയങ്ങളും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരിക്കുന്നത്. അവ നമ്മെ തിരുത്താനും നമ്മെ ജാഗ്രതപ്പെടുത്താനും നമ്മുടെ കർമ്മങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും വേണ്ടിയാണ് വരുന്നത്. കർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരാളെ കുറ്റപ്പെടുത്തരുത് എന്നാണ്. കുറ്റപ്പെടുത്തുന്നത് നിന്റെ ഊർജത്തെ ദുർബലപ്പെടുത്തുകയേയുള്ളൂ. അതിനു പകരം നിന്റെ ഉള്ളിലേക്ക് നോക്കി എവിടെയാണ് തിരുത്തേണ്ടതെന്ന് സ്വയം കണ്ടെത്തൂ. സ്വന്തം ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അവ തിരുത്തുന്നവനാണ് യഥാർത്ഥത്തിൽ മുക്തൻ. ജീവിതത്തിലെ യഥാർത്ഥ ശക്തി ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ ശക്തി നല്ല കർമ്മങ്ങളിലൂടെ മാത്രമേ വികസിക്കുകയുള്ളൂ. ചിലപ്പോൾ മറ്റൊരാൾക്ക് സ്നേഹം കാണിക്കാനും കരുണ കാണിക്കാനും സഹായിക്കാനും നിനക്കവസരങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ ഭയമോ അഹങ്കാരമോ മടിയോ നിന്നെ തടയുന്നു. ഓർക്കുക, നിന്റെ കർമ്മങ്ങൾ നിന്റെ ഭാവിയെ തീരുമാനിക്കുന്ന നിമിഷമാണിത്. ആ നിമിഷങ്ങളിൽ നീ ശരിയായ ചുവടുവെപ്പുകളെടുത്താൽ നിന്റെ ഭാവി സ്വർണമയമാകും. നീ പിന്മാറുകയാണെങ്കിൽ നിന്റെ ആത്മാവ് ആ അവസരം ഓർമ്മിക്കുകയും അടുത്ത തവണ അതേ അവസരം വീണ്ടും വരികയും ചെയ്യുന്നു. ജീവിതത്തിലെ ഒരനുഭവവും വെറുതെയാകുന്നില്ലെന്ന് കർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. ലഭിക്കുന്ന ദുഃഖം നിന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു. ലഭിക്കുന്ന സന്തോഷം നിന്നെ സംതൃപ്തനാക്കുന്നു. ലഭിക്കുന്ന പരാജയം നിനക്ക് വീണ്ടും ശ്രമിക്കാനുള്ള ശക്തി നൽകുന്നു. വിജയം നിന്നെ വിനയമുള്ളവനാക്കുന്നു. ഓരോ അനുഭവവും, നല്ലതായാലും മോശമായാലും, നിന്റെ കർമ്മങ്ങളുടെ പ്രതിഫലനമാണ്. നീ നിന്റെ കർമ്മങ്ങളിൽ സ്നേഹവും കരുണയും സത്യവും ഉൾപ്പെടുത്തുമ്പോൾ നിന്റെ ജീവിതം സ്വാഭാവികമായും സന്തുലിതമാകുന്നു. നിനക്ക് ചുറ്റുമുള്ള ലോകവും മാറാൻ തുടങ്ങുന്നു. നിന്റെ വാക്കുകളിൽ മധുരം വരുന്നു, ചിന്തകളിൽ വ്യക്തത വരുന്നു, ചുവടുകളിൽ സ്ഥിരത വരുന്നു. ഇതാണ് കർമ്മബോധമെന്ന് പറയുന്നത്. അവസാനമായി ഓർക്കുക, നീ ചെയ്യുന്ന കർമ്മങ്ങൾ നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റുള്ളവരുടെ കർമ്മങ്ങൾ നിന്റെ നിയന്ത്രണത്തിലല്ല. നിന്റെ കർമ്മങ്ങളെ പരിശുദ്ധമാക്കുക എന്നതാണ് നിന്റെ കടമ. നിന്റെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും പ്രവൃത്തികൾക്കും നീ മാത്രമാണ് ഉത്തരവാദി. നീ ഇത് മനസ്സിലാക്കുമ്പോൾ നിന്റെ മനസ്സ് ശാന്തമാകുന്നു. പിന്നീട് നിനക്ക് ഭയമില്ല. ഏതൊരു ഫലവും നിന്നെ പേടിപ്പിക്കുന്നില്ല. ഇതാണ് കർമ്മത്തിന്റെ ഏറ്റവും വലിയ സത്യം. അത് നിന്റെ ഉള്ളിൽ ഉണരുന്നു, നിന്നെ നിരീക്ഷിക്കുന്നു, നിന്നെ നോക്കുന്നു, നിനക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നു. ഈ സത്യം മനസ്സിലാക്കുന്നവനാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയി. സ്വത്തോ പദവിയോ തിരിച്ചറിയലോ അല്ല, നിന്റെ കർമ്മങ്ങൾ മാത്രമാണ് നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നിന്റെ കർമ്മങ്ങളുടെ ശക്തി മനസ്സിലാക്കുമ്പോൾ നിന്റെ ജീവിതം സ്വയം ശക്തവും പൂർണ്ണവുമായി മാറുന്നു. കർമ്മത്തിൻ്റെ ഈ ഏറ്റവും വലിയ സത്യം, അതു നിന്റെ ഉള്ളിൽ ഉണരുന്നു, നിന്നെ നിരീക്ഷിക്കുന്നു, നിന്നെ നോക്കുന്നു, നിനക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നു. ഈ സത്യം മനസ്സിലാക്കുന്നവനാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയി. സ്വത്തോ പദവിയോ തിരിച്ചറിയലോ അല്ല, നിന്റെ കർമ്മങ്ങൾ മാത്രമാണ് നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നിന്റെ കർമ്മങ്ങളുടെ ശക്തി മനസ്സിലാക്കുമ്പോൾ നിന്റെ ജീവിതം സ്വയം ശക്തവും പൂർണ്ണവുമായി മാറുന്നു. ഓർക്കുക, ജീവിതത്തിലെ ഓരോ നിമിഷവും പുതിയ അവസരമാണ്. ഓരോ നിമിഷവും നിന്റെ കർമ്മങ്ങൾ നിന്നെ പഠിപ്പിക്കുന്നു, നിന്നെ മാറ്റുന്നു, നിന്നെ പാകപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്നുമുതൽ നിന്റെ കർമ്മങ്ങളെ ബോധപൂർവം തിരഞ്ഞെടുക്കുക. സ്നേഹത്തോടും ദയയോടും സത്യത്തോടും കരുണയോടും കൂടി കർമ്മം ചെയ്യുക. കാരണം ആ കർമ്മങ്ങളാണ് നിന്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും സമാധാനവും വിജയവും കൊണ്ടുവരുന്നത്.
കർമ്മത്തിന്റെ നിയമം മാറ്റമില്ലാത്തതാണ്. എന്തു വിതയ്ക്കുന്നുവോ അതു കൊയ്യും. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ. അത് മനസ്സിലാക്കൂ, സ്വീകരിക്കൂ. നിന്റെ കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ പ്രകാശമാനമാക്കൂ. ചിലപ്പോൾ നീ ചിന്തിക്കും, ജീവിതത്തിലെ എല്ലാം ആകസ്മികമാണെന്ന്, സംഭവിക്കുന്നതെല്ലാം കേവലം യാദൃച്ഛികമാണെന്ന്. എന്നാൽ യാഥാർത്ഥ്യമതല്ല. ജീവിതത്തിലെ ഒരു സംഭവവും ഒരനുഭവവും സന്തോഷമോ ദുഃഖമോ ഒരു കാരണവുമില്ലാതെ സംഭവിക്കുന്നില്ല. എല്ലാം നിന്റെ കർമ്മങ്ങളുടെ ഫലമാണ്. നീ വിതയ്ക്കുന്ന വിത്താണ് ഫലമായി നിന്റെ മുന്നിൽ വരുന്നത്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമം. മാറ്റമില്ലാത്തതും നിഷ്പക്ഷവും ഒരിക്കലും മാറാത്തതും. കർമ്മം ബാഹ്യലോകത്തിനു മാത്രമല്ല, അതു നിന്റെ ഉള്ളിലെ യാത്രയാണ്. ഓരോ തീരുമാനവും, ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ വാക്കും, ഇതെല്ലാം നിന്റെ കർമ്മത്തിന്റെ ഭാഗമാണ്. നീ മറ്റുള്ളവർക്കു വേണ്ടി നല്ലതു ചെയ്യുമ്പോൾ അത് നിന്റെ ആത്മാവിനെ കരുത്തനാക്കുന്നു. നീ മറ്റൊരാളോട് വിദ്വേഷമോ അഹങ്കാരമോ വെറുപ്പോ വച്ചുപുലർത്തുമ്പോൾ അതേ വികാരം നിന്റെ ഉള്ളിൽ ഇരുട്ടു നിറയ്ക്കുന്നു. അതുകൊണ്ട് ആദ്യം നിന്റെ മനസ്സിനെയും ആത്മാവിനെയും പരിശുദ്ധമാക്കുക. അതുകൊണ്ട് ആദ്യം നിന്റെ മനസ്സിനെയും ആത്മാവിനെയും പരിശുദ്ധമാക്കുക. പലപ്പോഴും നിനക്ക് തോന്നും, പരിശ്രമിച്ചിട്ടും ഫലം ലഭിക്കുന്നില്ല എന്ന്. ഈ തെറ്റിദ്ധാരണ വെച്ചുപുലർത്തരുത്. കർമ്മമൊരിക്കലും വെറുതെയാകുന്നില്ല. അതെപ്പോഴും നിനക്കായി ഒരു വിത്തിനെപ്പോലെ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷേ ഇന്നാ ഫലം കാണുന്നില്ലായിരിക്കാം, പക്ഷേ നാളെ അത് നിന്റെ ജീവിതത്തിലേതെങ്കിലും ഒരവസരമായോ സന്തോഷമായോ വിജയമായോ പ്രകടമാകും. അതുകൊണ്ടാണ് ക്ഷമയും വിശ്വാസവും നിറഞ്ഞ ജീവിതം ഏറ്റവും ശക്തമായിരിക്കുന്നത്. നീ നിന്റെ കർമ്മങ്ങളിൽ സത്യവും സ്നേഹവും കരുണയും നിറയ്ക്കുമ്പോൾ നിന്റെ ഊർജം പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നീങ്ങുന്നു. ആ ഊർജം നിനക്കായി വഴികൾ തുറക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും വെളിച്ചം പകരുന്നു. അതുകൊണ്ട് ഓരോ കർമ്മത്തെയും നിസ്സാരമായി കാണരുത്. ഓരോ വാക്കും, ഓരോ കാഴ്ചപ്പാടും, ഓരോ ചുവടുവെപ്പും പ്രധാനമാണ്. കർമ്മത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അതാരെയും കുറ്റപ്പെടുത്താൻ അവസരം നൽകുന്നില്ല എന്നതാണ്. അതൊരു പഠനമാധ്യമം മാത്രമാണ്. സ്വന്തം കർമ്മങ്ങളിൽ നിന്ന് പഠിക്കുന്നവനാണ് മുക്തൻ. കർമ്മങ്ങളെ അവഗണിക്കുന്നവൻ ഒരേ അനുഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കൂ, ജീവിതത്തിലെ അനുഭവങ്ങൾ വരുന്നത് നിന്നെ പഠിപ്പിക്കാൻ മാത്രമാണ്, ശിക്ഷിക്കാൻ വേണ്ടിയല്ല. ചിലപ്പോൾ നീ കാണും, ആളുകൾ തിന്മ ചെയ്യുന്നു, അവർക്ക് ഉടനെ ലാഭം ലഭിക്കുന്നു എന്ന്. ഈ തെറ്റിദ്ധാരണ വെച്ചുപുലർത്തരുത്. കർമ്മത്തിന്റെ നീതി എപ്പോഴും ശരിയായ സമയത്താണ് വരുന്നത്. വിതയ്ക്കപ്പെടുന്ന വിത്തുകളുടെ ഫലം ചിലപ്പോൾ വൈകാം, പക്ഷേ കൃത്യസമയത്ത് തന്നെ വരും. ആ ഫലം ലഭിക്കുമ്പോൾ അതിന്റെ മാധുര്യവും ശക്തിയും കണ്ട് ജീവിതം തന്നെ മാറിമറിയും. അതുകൊണ്ട് പഴയ തെറ്റുകളെ ഓർത്ത് പേടിക്കുകയോ ഖേദിക്കുകയോ ചെയ്യുന്നത് വെറുതെയാണ്. അതിനെ കേവലമൊരു പാഠമായി കാണുക. സ്വന്തം കർമ്മങ്ങളെ പരിശുദ്ധമാക്കുക. കർമ്മത്തിന്റെ നിയമം ഇതും പഠിപ്പിക്കുന്നു. നിന്റെ വഴി നിന്റെ സ്വന്തം കൈകളിലാണെന്ന്. മറ്റുള്ളവരുടെ വിമർശനമോ നിന്ദയോ അവരുടെ കർമ്മങ്ങളോ നിന്റെ വഴിയെ ബാധിക്കുന്നില്ല.